ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതമാണ്. ഞങ്ങൾ എൻ്റെ ഇവിടുത്തെ അനിയൻ്റെ ഭാര്യേൻ്റെ വീട്ടിൽ പോകാൻ നോക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഭാവിച്ചങ്ങനെ വീഡിയോസ് എടുക്കുന്നുണ്ട്. റെഡി ആയതല്ലേ, അപ്പോൾ വീഡിയോസ് എടുക്കണ്ടേ. അങ്ങനെ കൊണ്ട് ഞാനും ഓടിട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നുണ്ട്. ഓൾ ഫോണേ നോക്കില്ല, കുറവാണ് ഫോൺ നോക്കുന്ന ഓൾ. പക്ഷെ എന്തെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ നോക്കിച്ച് വീഡിയോസ് എടുത്ത് ആടുന്ന് ഞങ്ങൾ പുറപ്പെട്ട് ഹോട്ടലിൽ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും എണ്ണക്കടി കൊണ്ട് പോകണം പറഞ്ഞിട്ട് ഏട്ടന് ഒരു ഷോപ്പിലേക്ക് പോയിട്ടുണ്ട് കുറച്ച് കടി വാങ്ങാൻ. പിന്നെ ഓട്ടോണ്ട് ഗ്യാസ് കാലിയായി. അങ്ങനെ പിന്നെ ഗ്യാസ് നിറക്കാനായിട്ട് പെട്രോൾ പമ്പിലേക്ക് പോയി. ഗ്യാസ് നിറച്ചുകൊണ്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ നൈറ്റായി. പിന്നെ അവിടുത്തെ ഫുഡ് പൊറോട്ട, ചിക്കൻ കറി, ബീഫ്, ചപ്പാത്തി, ബ്രെഡ്, ചോറ്, സാമ്പാറെല്ലാം. ഞാൻ ബീഫ് പൊറോട്ട എടുത്താണ്, അത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ബീഫ് ഗ്രേവിയെല്ലാം. ഞങ്ങൾ ഉണ്ടാക്കി തിന്നിട്ട് വേറെ ആൾ ഉണ്ടാക്കി തന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിച്ചിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ മുന്നാണ് കുത്തിനിട്ടുണ്ട്. ആരോ എന്തോ പറഞ്ഞിട്ട് അവിടെ നോക്കിയതാണ്. പിന്നെ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ വാവൂസ് ഈ എന്താ പറയുന്നത്, ഈ പ്ലാസ്റ്റിക് ഫ്രൂട്ട്സ് ഉണ്ടാവില്ലേ, അതിനെടുത്തിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ കുട്ടികളിങ്ങനെല്ലാം കളിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ. വെറുതെ ഒരു ഡീസൻ്റായിട്ട് പുൽപ്പായിലിരുന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര വിളിച്ചാലും വരണിക്കില്ല. അങ്ങനെ പിന്നെ ഞാൻ പുറത്തേക്കെല്ലാം പോയപ്പോൾ ഇങ്ങനെ കുറേ പൂച്ചെടി ഉണ്ടായി. അതിനെല്ലാം കണ്ട് അതിൻ്റെ ചെറുങ്ങാൻ ഇങ്ങനെയെല്ലാം വീഡിയോസ് എടുത്തുകൊണ്ടുണ്ടായിന്. നല്ല രസമുണ്ടായിരുന്നു പൂച്ചെടി കാണാൻ. ഇതാണ് ഒരു വീടിന് മുമ്പ് റോഡ്. അങ്ങനെ പൂച്ചെടിയെല്ലാം കണ്ട് പിന്നെ അവിടെ ലൈറ്റ് പിങ്ക്, റാണി പിങ്ക് ഇല്ല റോസ് പൂ കണ്ട് അതിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് വീഡിയോ എടുത്ത്. പിന്നെ ഈ പൂവിൻ്റെ പേര് എനിക്ക് അറിയില്ല ഗൈസ്, എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇങ്ങനെ വൈറ്റ് റോസ് ഉണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് ചില ഫോസിലൊരു വീഡിയോസ് എടുത്തതാണ്. ഇതെങ്ങനെ വീഡിയോ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ഈ പൂവിനെ പിടിച്ചിട്ടെടുത്ത വീഡിയോ നല്ല ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അതാ പറഞ്ഞ കുറേ വീഡിയോസ് എടുത്തേക്ക് ഞാൻ തന്നെ അതിനെ പിടിച്ചിട്ട്. നല്ല ഭംഗിയല്ലേ ഇങ്ങനെ പൂവിൻ്റെ ചുറ്റും നിന്നിട്ട് വീഡിയോസ് എടുക്കാൻ. പിന്നെ അച്ചമ്മയും മോളും വീട്ടിന് മുമ്പ് നടക്കുവാണ്. അതാ ഇവരെ രണ്ടാളെ കളി നോക്കി. ഓള് പിടിച്ച് പോവാണ്, നിന്നടുത്ത് നിൽക്കുന്നില്ല. അതാ ഓള് സംഭവം. അതാ വിളിക്കുക, വരി ഒരാളെ വിളിച്ചിട്ട് ഇപ്പം കുത്തി നിൽക്കുക, ഫോണ് നോക്കുന്ന അവളെന്തോ നോക്കുക. പിന്നെ അന്ന് ബിരിയാണി ചെയ്യാനായിട്ട് അമ്മ ചിക്കനെല്ലാം ക്ലീനായിട്ട് അതിലേക്ക് മുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്, മാരിനേറ്റ്. പിന്നെ അടുപ്പ് കത്തിച്ചിട്ട് അവിടേക്ക് ഒരു പാത്രം വന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് എണ്ണ ചൂടായി. പിന്നെ എനിക്ക് ഓരോരോ കഷ്ണം ചിക്കൻ ഇട്ട് ചിക്കൻ പൊരിച്ച് എടുക്കുന്നുണ്ടാണ്. ചിക്കൻ പൊരിച്ച് എടുത്തു. നല്ല ഭംഗിയല്ലേ കാണാൻ. പിന്നെ അതിലേക്ക് മസാല ഉണ്ടാക്കണം. അങ്ങനെ ഒരടുപ്പിൽ പാത്രം വെച്ച് അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടാണ്. ഒരാൾ ഓരോ രീതിയിലെല്ലാം ഉണ്ടാക്കും. അങ്ങനെ വെളിച്ചെണ്ണ ഇട്ട് അത് കുറച്ച് വാട്ടി വരുമ്പോഴത്തേക്ക് തക്കാളി ഇടുവാണ്. തക്കാളി ഇടുന്നുണ്ട്. തക്കാളി നല്ലോണം വാട്ടി കുറച്ച് ഉപ്പിട്ടിട്ട് തക്കാളി നല്ല വാട്ടി വന്ന് അതിനെ മൂടിയെടുത്ത്. അപ്പോൾ നല്ലോണം വാട്ടിയിട്ടുണ്ടായി. പിന്നെ അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിൽ അരച്ചിട്ട് പിന്നെ കൂട്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം, അതിന് പച്ചമണം പോകുന്ന വരെ. പിന്നെ അതിനെ കൊണ്ടുപോയിട്ട് അകത്ത് ഗ്യാസ് കത്തിച്ചിട്ട് അവിടെ വെച്ചിട്ട് അതിലേക്ക് മുളക് പൊടിയോ, മഞ്ഞൾപ്പൊടിയോ, ഗരം മസാല പൊടിയോ, മല്ലിപ്പൊടിയോ, പെപ്പർ പൊടിയോ, പിന്നെ വീട്ടിലുണ്ടാക്കിയ ഗരം മസാല ഉണ്ടല്ലോ അതും. പിന്നെ ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണേ. സ്ലോലി നല്ലോണം മിക്സ് ചെയ്തിട്ടായി. പിന്നെ അതിലേക്ക് ബിരിയാണി മസാല ഉണ്ട്, അത് ഒരു പാക്ക് ഇട്ടു. നല്ലോണം മിക്സ് ചെയ്തു. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ടു. പിന്നെ മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ് ചെറുങ്ങനെ മുറിച്ചിട്ട് ഇടുവാണ്. ഇതാ നല്ല കാണുന്നുണ്ടല്ലേ. നല്ലതായിട്ട് നല്ല ഫ്രൈ ആക്കി. നല്ല ഫ്രൈ ആയി. പിന്നെ അതിലേക്ക് നല്ലോണം ഫ്രൈ ആക്കണമെന്നൊക്കെ നല്ല ഫ്രൈ ആയി. പിന്നെ അതിലേക്ക് ഞങ്ങൾ പൊരിച്ച് വെച്ച ചിക്കൻ ഇല്ലാഞ്ഞോ, ആ ചിക്കൻ ഇടുവാണ്. അതാ ഇട്ടിട്ട് സ്ലോലി മിക്സ് ആക്കണേ. പിന്നെ ഇവിടുത്തെ ഒരു കുക്കിംഗ് ഇതുവരെ അമ്മയുണ്ട്. ഇപ്പം ഞങ്ങളുടെ രഞ്ജിത്ത് ഏട്ടനാണ് ഇവർ.
വീട്ടിൻ്റെ അടുത്തുള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്, ഞങ്ങൾക്ക് ഫ്രണ്ട്, ഓരോ ഭാര്യയിലാണ് ഫ്രണ്ട്, ഓറ് മിക്സാക്കി പിന്നെ ചോറാക്കണം. അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഇട്ടിട്ട് ഉള്ളി നല്ലോണം ഫ്രൈ ആക്കി എടുത്തു. അങ്ങനെ അതിൻ്റെ വീഡിയോസ് എടുത്തേക്ക് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് ഫ്രൈ ആക്കി എടുത്തു. പിന്നെ അതിലേക്ക് ഞങ്ങൾ അരി എടുത്തിടുക. അത്ര അതിൻ്റെ ഡബ്ബയിൽ വെള്ളം ഒഴിച്ചതാണ്. വെള്ളം നല്ലോണം തിളക്കുന്നുണ്ട്. അതിലേക്ക് ഉള്ളിയെല്ലാം മുറിച്ചിട്ട് ഈ ചോറിന് വേണ്ടേ ഉള്ളി മുറിച്ചിട്ടിട്ട് അത് തിളക്കുമ്പോൾ അതിലേക്ക് ഒരു അരി ഇടുന്നുണ്ട്. അരി നല്ലോണം ഇട്ടിട്ടായി പിന്നെ അതിലേക്ക് നിങ്ങൾ എടുത്ത് വെച്ച ഗരം മസാലാസ് ഇല്ലേ, മസാലാസ് ഉണ്ട്, പട്ട ഗ്രാമ്പു ഏലക്ക അതെല്ലാം ഇട്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ട് മൂടി വെച്ച് അത് നല്ലോണം തിളക്കുമ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്ക് നെയ്യ് വെച്ചിട്ട് മൂടി വെച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ എടുത്തിട്ട് നല്ലോണം മിക്സാക്കി. നല്ലോണം മിക്സായിട്ട് പിന്നെ പൊന്തിക്കുമ്പോഴത്തേക്ക് ഇതാ ചോറ് റെഡിയാണ് ഗായ്സ്. അടിപൊളിയല്ലേ, ഇങ്ങനത്തെ ഈസി ആയിട്ട് ആക്കാൻ. പിന്നെ ഞാൻ വാവ കൊടുക്കാനായിട്ട് പിന്നെ ഞങ്ങൾക്ക് തിന്നാനായിട്ട് ഉറുമാപ്പഴം ഉണ്ട്, അതിൻ്റെ തൊലി എടുത്തിട്ട് അതിനെ പൊടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതാ ഒരു പ്ലേറ്റിൽ ഇട്ടുന്നുണ്ട്. അതിനെ പൊടിപ്പിച്ചു, നല്ലോണം പൊടിപ്പിച്ചിട്ട് ഇതാ തിന്നാനായിട്ട് അവിടെ വെച്ചു. കുറച്ച് എടുത്ത് തിന്നാൻ നോക്കുകയാണ്. പിന്നെ ദമ്മ പൊടിപ്പിക്കണ്ടേ ചോറിന്. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടു. അതിലേക്ക് ഞങ്ങൾ പൊരിച്ച് വെച്ച ചിക്കൻ ഇല്ലേ, അതാ ആ ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുവാണ്. നല്ലോണം ഫുൾ ചുറ്റാക്കി പാത്രത്തിലെത്താൻ. പിന്നെ അതിലേക്ക് ഞങ്ങൾ ആക്കി വെച്ച ചോറില്ലേ, ചോറെല്ലാം ഇങ്ങനെ ഇട്ട് വെച്ചു. അതിൻ്റെ മുകളിലേക്ക് നെയ്യ് ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് റോസ് വാട്ടറിൽ കലക്കിയിട്ട് അതിൻ്റെ ഒഴിച്ചു. അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ എല്ലാം ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എല്ലാം ഡിസൈൻസിൻ്റെ മല്ലിച്ചപ്പ് കണ്ടിപ്പരിപ്പ് അതെല്ലാം ഉള്ളിയെല്ലാം ഇട്ട് ഇതാ റെഡി ടു ബിരിയാണി. അതിനെ പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട, കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഉണ്ട്. ഞങ്ങൾ പിന്നെ കഴിച്ചു. പിന്നെ ഒരു വീട്ടിൽ ഒരു പട്ടിയുണ്ട് ജിമ്മി, ഇതാ അനിയൻ്റെ ഭാര്യൻ്റെ അച്ഛക്ക് ഉമ്മ കൊടുത്തു. പിന്നെ ഇത് മഷ്റൂമാണ്, അതിനെ ഒരു പാക്ക് എടുത്തു. പിന്നെ വീട്ടിൽ വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി, അങ്ങനെ അതെല്ലാം എടുത്തു. പിന്നെ ഇത് മാംഗോസ്റ്റീനാണ്. മാംഗോസ്റ്റീൻ വിനിയേട്ടൻ പൊട്ടിച്ച് കാണിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കഴിച്ചു, എടുത്തു. പിന്നെ വിനിയേട്ടൻ പറഞ്ഞ് ഇത് കഴിച്ച് നോക്കുക, ഞങ്ങൾ ബായിൽ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, പുളിയും മധുരമായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.